നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ അങ്കിളിന് കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാമേ. പ്രിയേ, ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വിരിയൊക്കെ ഒന്ന് വിരിച്ചിട്. ശരി അമ്മേ. പതുക്കെ. താങ്കളെ എനിക്കൊന്ന് കിടക്കണം. ഞാൻ പിടിക്കാം. അങ്കിള് പതിയെ എണീറ്റോ. പതിയെ പതുക്കെ. രാജു, അങ്കിളിനെ കിടത്തല്ലേ, ഞാനിപ്പോ വരാം. എനിക്കിപ്പോ ഒന്നും വേണ്ട റിയ മാഡം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് ഉച്ചക്കുള്ള ടാബ്ലറ്റ്സ് കഴിക്കണ്ടേ? അങ്കിള് മടി കാണിക്കാതെ ഇതങ്ങ് കഴിച്ചേ. ഇത് കഴിച്ചിട്ട് ടാബ്ലറ്റ്സും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. എങ്കി വേണുവേട്ടൻ കഞ്ഞി കുടിച്ചിട്ട് ഗുളിക കഴിക്കട്ടോ. എനിക്ക് കുറച്ച് തുണികൾ പിഴിഞ്ഞിടാനുണ്ട്, ഞാനതൊന്ന് നോക്കട്ടെ. പ്രിയേ, വാ. അത് നടക്കില്ല. ഇത് മുഴുവൻ കുടിച്ചേ പറ്റൂ. ദാ ഇത് കൂടി കഴിച്ചേ. ഇതിപ്പോ ഈ വയസ്സിന് കൊച്ചുകുട്ടികളുടെ അവസ്ഥയായില്ലോ. പ്രായമാകും തോറും മനുഷ്യരെ കൊച്ചുകുട്ടികളെ പോലെ ആകുന്നല്ലേ. ഇനി കുറച്ചു ദിവസത്തേക്ക് വേണുവെങ്കിലാ ഇവിടുത്തെ കൊച്ചുകുട്ടി. എല്ലാവരും പറയുന്നതനുസരിച്ച് നല്ല കുട്ടിയായിട്ട് ഇരുന്നോണം കേട്ടോ. മാഡം പറയുന്നത് കേട്ടില്ലടാ. അച്ഛനെ കഴിയുന്നത്രയും ഹാപ്പി ആക്കി വെക്കണം. അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ദൈവമേ, ഞങ്ങളുടെ വിവാഹത്തിന്റെ സത്യാവസ്ഥ ഈ അവസ്ഥയിൽ ഞാൻ വർമ്മ സാറിനോട് എങ്ങനെ പറയും? വേണ്ട, തൽക്കാലം കുറച്ചു നാളിങ്ങനെ എന്നെ പോട്ടെ. എന്താ രാജു? ഒന്നുമില്ല മാഡം. അമ്മേ, വേണുവെങ്കിലിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാമേ. നിനക്ക് നാണുണ്ടോ രമ്യ? നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നത്? അവര് ഇത്രയൊക്കെ നമ്മളോട് ചെയ്തു കാട്ടിയതൊക്കെ മറന്നിട്ട് ഇനി ഫ്രൂട്ട്സും പലഹാരം മേടിച്ചോണ്ട് രോഗിയെ പോയി കണ്ടാലേ സമാധാനാവുന്നുണ്ടോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണം ഞാൻ? എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അവര് നമുക്ക് വേണ്ടി? ഇല്ലല്ലോ. ചെയ്തതൊക്കെ നമുക്കെതിരും. അതൊക്കെ മറന്നിട്ട് ഇനിയും കയറി ചെല്ലണമെന്നാണോ നീ പറയുന്നത്? നീ നിന്റെ പണി നോക്ക് രമ്യ. അമ്മേ, കഴിഞ്ഞതൊക്കെ മറന്ന് ഒട്ടിച്ചേരണമെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കറിയാം അവര് നമുക്ക് ക്യാഷ് തരാനുണ്ട്. അതിനു പകരമായിട്ട് നമ്മൾ സ്വർണവും മേടിച്ചു വെച്ചിട്ടുണ്ട്. അവര് നമുക്ക് ഇറക്കി വിടുകയും ചെയ്യാം. പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്നൊരു കാര്യമുണ്ടമ്മേ. ഒന്നുമില്ലെങ്കിലും ഇത്ര അടുത്ത് ഒരുപാട് നാള് താമസിച്ചതല്ലേ, എന്നും കണ്ടിരുന്നവരുമല്ലേ. വേണമെങ്കിലിനെ ഞാൻ അച്ഛന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ. അതൊരു പാവ മനുഷ്യനാ. ആ ആൾക്ക് സുഖമില്ലാതിരിക്കുമ്പോ ഒന്നുപോയി കാണാന്ന് പറഞ്ഞ അതൊരു മര്യാദയാ. അങ്ങനെ നമ്മൾ പോയി കണ്ടുന്ന്
ആരെങ്കിലും കേട്ടാ പോലും നമ്മളെ കുറിച്ച് ആൾക്കാര് നല്ലത് മാത്രമേ പറയൂ. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അയാൾക്കൊരു അസുഖം ഉണ്ടായപ്പോ ഓടിച്ചെന്നോന്ന് ആൾക്കാര് നമ്മളെ കുറിച്ച് പറയും. അത് മാത്രമല്ലമ്മേ, അങ്കിളിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് അയ്യോ ഒന്ന് പോയി കാണേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിതപിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പോണോ അമ്മേ, പ്ലീസ്. നീ ഇങ്ങനെ നന്മയും പറഞ്ഞോണ്ട് നടന്നോ? നീ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടാ ഈ അവസ്ഥയിലായത്. അമ്മേ, അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മ വന്നേ പറ്റൂ, നമുക്ക് പോയേ പറ്റൂ. ഈ ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി അമ്മ സമ്മതിക്കണം, പ്ലീസ്. ശരി, ഇത് നിന്റെ ആഗ്രഹം ആയതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യത്തേക്ക് വരാം. പക്ഷേ ഇനി എന്നെ നിർബന്ധിക്കരുത്. ഇല്ല, ഉറപ്പ്. ശരി. വാ അമ്മേ. ജിമ്മി, വാ. രാധമ്മേ, ആ രമ്യ മോളെ, വേണുങ്കിൽ എങ്ങനെയുണ്ട്? കുറവുണ്ട് മോളെ. ഗുളി കഴിച്ചിട്ട് ഉറങ്ങാ. എങ്കിൽ പോയിട്ട് പിന്നെ വരാം. നീ വാ. അമ്മേ, ഇതെന്ത് പരിപാടിയാ? എന്തെങ്കിലുമൊക്കെ ചോദിക്കേ, അതല്ലേ എന്റെ ഒരു മര്യാദ. ഡോക്ടർ എന്ത് പറഞ്ഞു? ആവശ്യമില്ലാതെ ഒരുപാട് ടെൻഷൻ അടിച്ചതിന്റെ ആവുമെന്നാ പറഞ്ഞത്. വേണുവേട്ടനെ കുറച്ചു ദിവസമായിട്ട് നല്ല ഉറക്കം പോലും ഇല്ലായിരുന്നു. ആയ കാലത്തെ വല്ലതും ഒക്കെ ഉണ്ടാക്കി വെക്കാതെ നാട്ടുകാരെ നന്നാക്കാൻ നടന്നപ്പോ ഓർക്കണമായിരുന്നു. നാട് മുഴുവൻ കടമേടിച്ചു കൂട്ടുമ്പോ അത് തിരിച്ചു കൊടുക്കാനുള്ള വഴിയും കൂടെ മുന്നിൽ കണ്ടിട്ടേ ഇതിനൊക്കെ നിക്കാവൂ. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഇതല്ല ഇതിന്റെ അപ്പുറം ഉണ്ടാവും. അമ്മേ, വേണുങ്ങൾ വയ്യാതെ കിടക്കുമ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ? ഓ, എനിക്ക് ഞാൻ പറഞ്ഞേലേ ഒരു തെറ്റും തോന്നുന്നില്ല. എന്റെ ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് അമ്മേനെ വിളിച്ചോണ്ട് വരാൻ തോന്നിയത്? പ്രശ്നമാകോ ഹരീഷേ? എന്ത് പ്രശ്നമാകാൻ? നീ നിന്റെ അച്ഛനെ കാണാൻ നിന്റെ വീട്ടുകാര് വാടക കൊടുക്കുന്ന വീടിന്റെ മുമ്പിൽ നിൽക്കുന്നേ. ആ നിൽക്കുന്ന സ്ത്രീ നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥയാണെന്ന് മാത്രം വിചാരിച്ചാ മതി. നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.